കേരള സർവകലാശാല യൂണിയൻ പ്രവർത്തന ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന് വി.സി. മോഹനൻ കുന്നുമ്മൽ സ്ഥലത്തില്ല എന്ന വിശദീകരണം. രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തി. ഹാൻസ് ജോണാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, എന്താണ് ഇക്കാര്യത്തിൽ വി.സിയുടെ വിശദീകരണം? കൂടുതൽ വിവരങ്ങൾ. സ്വാതി, ഇന്നുച്ചയ്ക്ക് 3 മണിക്കായിരുന്നു ഇത്തരത്തിൽ കേരള സർവകലാശാല യൂണിയന്റെ പ്രവർത്തന ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. ഞാനിപ്പോൾ ആ പരിപാടി നടക്കുന്ന വഴുതക്കാടിലെ വുമൻസ് കോളേജ് വേദിയിലാണുള്ളത്. പരിപാടി ഇത്ര സമയമായിട്ട് തുടങ്ങിയിട്ടില്ല, ചില സാങ്കേതിക കാരണങ്ങളാണ്. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തേണ്ടിയിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ താൻ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല എന്നുള്ളൊരു വിശദീകരണമാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ അതേസമയം രജിസ്ട്രാറായിട്ടുള്ള കെ.എസ്. അനിൽകുമാർ ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിച്ചേർന്നത്. നേരത്തെ നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞത് ഈ പരിപാടിയിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ രജിസ്ട്രാർ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പരിപാടിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഇതുവരെയും രജിസ്ട്രാറും വൈസ് ചാൻസലറും ഒരുമിച്ച് ഒരു വേദി പങ്കിട്ടിരുന്നില്ല. ഇതിനു മുൻപ് അവർ കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിലുണ്ടായ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട ദിവസമാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവർ ഇരുവരും ഒരുമിച്ച് പരിപാടിയിലെത്തും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വൈസ് ചാൻസലർ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. സ്വാഭാവികമായിട്ടും രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള അഥവാ വൈസ് ചാൻസലർ നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാത്തതിന്റെ നീരസം തന്നെയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്. സ്വാതി. ശരി ഹാൻസ്.